ഞാൻ ഇവളോട് പറഞ്ഞ വരുന്നില്ല എന്ന്. ചെല്ലോ, നിങ്ങൾ പോയിക്കോ. നീ ഇങ്ങോട്ട് കേറിക്കേ. ഞാൻ ഹോസ്റ്റലിലെ ദീപക്. എബി, ബാംഗ്ലൂരിൽ നിന്ന് നാളെ പുലർച്ചയ്ക്ക് എത്തുന്ന അവള് വിളിച്ചിരുന്നോ? അറിയോ? अच्छा, पता चल गया से कि प्यार हो गया से, है ना? है? सब जगह चिल्ला रहा है। उसको प्रपोज करने वाला शायद। युद्ध जीसस को देख लिया ना? ഓ ഗോഡ്, എനിക്ക് എന്താ പറ്റിയത്? ഞാൻ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടിയത്? ഒരിക്കലും ഒരു പക്ഷേ അവളെങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ലെങ്കിൽ ഒക്കെ വെറുതെ ആവില്ലേ? ലോകത്തിൽ ഒരു ആൺകുട്ടിക്കും പെൺകുട്ടി. मैं सोच रहा उसकी दोस्त का कई बात सच तो नहीं हो रही, वही सच हो गया. മനസ്സിനകത്ത് തന്നെ കുഴിച്ചു മൂടിക്കോളാൻ ഞാൻ. എനിക്കതിന് കഴിയും. അതിനുള്ള ശക്തി തരണം. I promise before you, my lord. उससे प्रपोज नहीं करेगा मैं क्या करेगा? क्या कर रहा है? नहीं कहाँ चली गई? कॉलेज में कर रहा वेट नहीं. वो भी जा रखा था. താങ്ക് യു. ഓ മറന്നു, പ്രകാശ് കൺഗ്രാലേഷൻസ്. താങ്ക് യു. അല്ല, ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് പ്രൈസ് പ്രതീക്ഷയാണല്ലോ. എന്ത് പറ്റി സെക്കൻഡ് ആയി പോയെ? ഓ, പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അല്ലേ? ഇവരുടെ നാട്ടകം. അതെ, മൊത്തം 38 നാടകങ്ങൾ പ്രസന്റ് ചെയ്തതിൽ 37 സ്ഥാനത്തെത്തിയല്ലോ. ബൈ. പിന്നെ എന്തൊക്കെയുണ്ടടാ വിശേഷങ്ങള്? ആദ്യം നിന്റെ വിശേഷങ്ങൾ പറ. അതൊക്കെ വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് പറയാം. അതെയും കൊള്ളൂല, നിന്നെ പിന്നെ ഒട്ടും കൊള്ളൂല. ഇനിയിപ്പൊ ഞാൻ നേരിട്ട് ഇടപെടാം. നീ അങ്ങേ, ഞാൻ ഇങ്ങേ. ये तमिल बोलती है. ഞാനില്ലാത്ത സമയത്ത് കാതൽ മന്നൻ ചിന്നയ്യ വന്നെന്ന് കേട്ടു. എപ്പടിയുണ്ട് കാതൽ? அந்த கதையை ஏன்பா கேக்குற? சொல்லி போட்டாப்பா. இந்த மாதிரி சிச்சுவேஷன் நீ எந்த படத்துலயாவது பாத்துக்கிறியாப்பா? இதுவரை ஒரு படத்திலும் பாத்துட்டிല്ല. நான் பாக்குற வரைக்கும் 20 കലക്കി തള്ളേ തട്ടികളെ പറ. ഓക്കേ, അത് ശരി. യൂത്ത് ഫെസ്റ്റിവലിന്റെ ബാക്കി ഡാൻസ് ഇവിടെ ഉണ്ടോ? ദേ മായ വിളിക്കുന്നു. ബാൻഡ് ഒരുക്കേ. എന്നിട്ട് ഇതൊന്നിട്ടെ. ഗാർഡൻ സിറ്റിന്ന് സോനയുടെ വക നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്? ഞാൻ അവൾക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലല്ലോ. गिफ्ट नहीं लिया. अरे गिफ्ट लाया नहीं उसने उसके लिए. ജിജോട് ഞാൻ ബെറ്റ് വെച്ചതാ. ഷോപ്പിംഗിന് പോകുമ്പോ ഞാൻ വാങ്ങണത് നിനക്ക് കറക്റ്റ് ആയിരിക്കും പറഞ്ഞു. गिफ्ट मांग रही. वो भूल गया था गिफ्ट लेना. अरे तो भूल गया. എടുക്കടാ. ഞാൻ വാങ്ങാൻ മറന്നു. മറന്നോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ. എന്നെ മറന്നോണ്ട് ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിഞ്ഞൂടെ. ഇന്ന് കോളേജിലേക്ക് നീ ഈ ഡ്രസ് തന്നെ ഇട്ടിട്ട് വന്നാ മതി. ഓക്കേ ഓക്കേ. എന്നിട്ട് അതൊന്ന് പകർത്തി എഴുത്. അപ്പോഴേക്കും ഞാൻ ഇത് തീർക്കാം. ഓയ് वो ये फ्रेंडशिप का वो रखा हुआ. ये गिफ्ट किया था ना लड़के ने. ഹേയ്, നിനക്ക് ചമ്മലാണോ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. ചമ്മന്തി എന്തിനാ? ബർത്ത്ഡേയുടെ കാര്യം ഞാൻ സീക്രട്ടാ വെച്ചിരുന്നല്ലേ. ഓ, കാർഡ് നിനക്കൊരു സർപ്രൈസ് ആയിരുന്നു അല്ലേ? എല്ലാരും അറിഞ്ഞതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തോ? എന്തോന്ന് സെലിബ്രേഷൻ? ഞാൻ കേക്ക് മുറിച്ചു. പിള്ളേരെല്ലാം ചുറ്റും നിന്ന് ഹാപ്പി ബർത്ത്ഡേ. अच्छा अब बोलिए कुछ. ഞങ്ങൾ ലാൽബാഗ് പോയിരുന്നു. ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പണ്ട് ഇതേ പ്രകാശ് ഒലിപ്പീരുമായി വരുന്നു. उसने प्रपोज तो नहीं किया उसे. हाँ हो सकता है. എന്തെങ്ങനെ നിൽക്കുന്നത്? അവിടെ നോക്കുന്നെന്തിനാ? നീ എന്തോ നോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ.
കുട്ടിയോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു. As everybody under these circumstances, അതെന്താന്ന് വെച്ചാ മടിയില്ലാതെ പറ. പിന്നെ പുള്ളി സോന പലതവണ വിചാരിക്കുന്നു. വെൽ, എനിക്ക് കുട്ടി ഇഷ്ടമാണ്. अच्छा अब बता दी ऐसा बोला था लव यू बोल दिया था प्रपोज किया था उसने तो കുട്ടിയുടെ റെസ്പോൺസ് എന്താണെന്ന് എനിക്കറിയില്ല. വെൽ, എന്തായാലും തുറന്നു പറയണം. अब उसने क्या बोला है നടന്ന് പ്രകാശിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് നീ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിച്ചേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ? ആ, ഇതുപോലത്തെ ഇനി സൈലൻസ്. अच्छा उसने जैसे आई लव यू बोल दिया പറഞ്ഞൊന്നും നീ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ പറഞ്ഞില്ല. अच्छा अच्छा, बोला नहीं। नहीं बोला നിനക്കെന്ത് തോന്നുന്നു? എനിക്കെന്ത് തോന്നാൻ, നിനക്കല്ലേ തോന്നേണ്ടത്. അല്ല, ഞാനെന്ത് പറയാം? ഏതായാലും അങ്ങനെ പറയണ്ട അല്ലടാ. ഞാൻ എന്റെ മനസ്സിലിട്ട് ശരിക്കും ഒന്ന് കുലുക്കി നോക്കട്ടെ. मतलब ये उसे हाँ बोलने वाली ना पता नहीं बोलने वाली है मेरे हिसाब से अब ये कौन है ഏത് കുഞ്ഞോനാണെന്നോ? നീ കൊള്ളാമല്ലോ. എനിക്ക് ഒരു കുഞ്ഞോനെ അറിയത്തുള്ളൂ. प्रकाश की माँ तो नहीं विकास की है? माँ शायद अच्छा कोकोनट लेके आ रही है പള വന്ന് താൻ തെങ്ങിന്റെ കടക്കെ തന്നെയാണോ ഇടിയിച്ചത്? അത് പിന്നെ കന്നിത്തൂലാത്തിലെ തേങ്ങ അങ്ങനെ പതിവാ അമ്മച്ചി. ഓ പിന്നെ കന്നി ഈ അമ്മാമ്മ അങ്ങ് മറന്നോ? അതാ മാമേ എല്ലാരും കൂടി ഒരുമിച്ച് ബസ്സിലേക്ക് പോന്നു. ആ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചപ്പോ നീ ഒരു പെങ്കൊച്ച നിനക്ക് ഇനി അറിഞ്ഞുകൂടായോ? നിന്റെ അപ്പൂപ്പനുണ്ടായിരുന്നല്ലോ. അത് ഞാൻ എങ്ങനെ എന്നെ പ്രേമിച്ച ഉടൻ ഞാൻ മാമയെ വിളിക്കാം. ആഹാ, അങ്ങനെയാന്നോ? എന്നാ വെച്ചേര്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്. വെറും ഒരു സില്ലി ക്യാമ്പസ് ലവായി എബി ഇത് കാണരുത്. ടെൽ മീ, വാട്ട്സ് മൈ റോൾ? इसे पता लगाने के बोल रहे क्या It is उसके मन में I है will forget everything. But definitely I will reply. ഒരു നോവലിന്റെ പേര് പോലെ ഉണ്ട്. ആട്ടെ, എന്ത് കമ്മീഷൻ കിട്ടി? നീ തമാശയാക്കണ്ട, അവൻ എന്നോട് അത്ര കാര്യമായിട്ട് പറഞ്ഞാ. എന്നാലും കിട്ടിക്കാണുന്നല്ലേ. അവിടെ കാട്ടിയ അവനൊരു ആൻസർ കൊടുത്ത എന്താ കുഴപ്പം? അവൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞല്ലേ. ऐसे क्यों ഈ कर रही പ്രേമം लड़की എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര बता ബോർ नहीं चाहिए ഏർപ്പാടല്ലേ? नहीं इसे तो उसी वक्त बता देना चाहिए था अभी सोच रही है वो ऐसे बता रही ഞാൻ ആലോചിക്കാം. നമ്മുടെ പേരൻസ് നമുക്ക് ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിക്കും, കല്യാണവും നടത്തും. ഒന്നുകൂടി ഒന്ന് കുലുക്കി. എന്ന് വെച്ചാ മദിരിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപ്പോളജി കാരണം ഇറക്കാനും വയ്യ. ഇപ്പൊ സമയം എന്തായി കാണും? എന്നെ കൊണ്ടൊന്നും ഇവിടുന്ന് എഴുന്നേക്കാൻ മേല. പുന്നാര മോന് ഫോൺ മോളെ കൊണ്ട് എന്താടാ ഈ പാതിരാത്രിക്ക്? നീ ഉറങ്ങിയായിരുന്നോ? എനിക്ക് ഉറക്കം വരുന്നില്ല. ലവ്സ്, എനിക്ക് ലവ്സ് പിടിച്ചോന്നൊരു സംശയം. എന്താ ചെയ്യാ? उससे पूछ रही है നീ തന്നെ പറ. अगर प्रकाश से प्यार करती तो इसने जल्दी जवाब दे देना था नहीं वो तो बस सोच रही है ये बोल रहा बोल दे ശരി, എന്നാ നീ പോയി കിടന്നോ. इसे बता देना चाहिए था उसे नहीं इक्का उछाल रहा टॉस कर रहा है हेड आ गया ഡാ, നീ എന്റെ കൂടെ നിന്നോണേ, മുങ്ങിക്കളയരുത്. വലിയ ജാടയൊക്കെ പറയാന്നല്ലാതെ कुछ तो ആര് പറയും ഞാൻ കച്ചിൽ പറഞ്ഞു പോയി. താ, വേർക്കുന്നൊന്നുമില്ല. നിനക്ക് കാര്യമായിട്ടുണ്ട് ഇല്ല. ആ, അവന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഒരു യെസ് പറയാം. हाँ बोलने के लिए बोल അത് रहा പെട്ടെന്ന് പറയണമെന്നില്ല. ഒന്ന് നാണിച്ച് കാലിനക്കം കൊണ്ട് हूँ इंतजार कर रहा हूँ ചെല്ല് ചെല്ല്. ചെല്ലട്ടടാ. വേണേ ചെല്ലാം. ചെല്ല്. എടാ, ഞാനിവിടെ ഉണ്ട്. അപ്പൊ ഓക്കെ. ആലോചിച്ചു ഞാൻ.
पीछे देख रही What? है इसे भी नहीं पता शुक्रिया का मतलब ही नहीं से पता है इसे भी नहीं पता वो बोर्ड ये बताएगा बोला शुक्रिया का मतलब पर यस तो बोल दिया उसने ഒരു ചിക് 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 ചിറകിൻ മഴവില്ലുവിരിക്കും മനസ്സേ ശുക്രിയ फिर से स्टॉक हो रही है കുറുകി കുഴലൂതി പാടും കുയിലേ ശുക്രിയ ശുക്രിയ. ഇറ്റ് വാസ് എ റിയൽ ഫണി നൈറ്റ്. പ്രകാശം ഉണ്ടാവണമായിരുന്നു. മൊത്തം ഒരു അടിച്ചുപൊളി. ദിസ് ഈസ് എബി ആൻഡ് ഐ. इनका फोटो देख रहा है उसे अच्छा लग रहा है इसे खराब लग रहा है Interest. കുട്ടനാട്ടില് പണ്ടൊരു വിപ്ലവ പ്രേമകഥയിലെ ഹീറോയിനാണ് അമ്മാമ. हाँ इसकी दादी दादी बोल रही അവരുടെ അത്ര മോശം ടീമൊന്നും അല്ല. നമ്മൾ ജയിക്കുമെന്ന് സംശയ. എന്നാലും ഒരു കൈ നോക്കാം അല്ലേ? എക്സ്ക്യൂസ് മീ അബി. उसे 5 मिनट भगा रहा है ये तभी से बोलने लग गया സോറി, ഞാൻ ഓർത്തില്ല. ഛേ, എന്തൊരു മണ്ടന. ये लड़की कुछ बोल भी नहीं रही इस लड़की को बोलना चाहिए ना तुम ऐसे क्यों Really बोल रहे हो वो तो दोस्त है मेरा എനിക്ക് ഫീൽ ചെയ്തു. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. आप क्या എപ്പോഴും बोल നിങ്ങളെ रहे ഒരുമിച്ച് हैं കാണും. തന്നോട് ഒരു 5 മിനിറ്റ് തനിച്ച് സംസാരിക്കും. आगे से गुस्सा हाँ സീ സുന, ലുക്ക്, ഡോണ്ട് റിപ്പീറ്റ് ദിസ് അഗൈൻ. ഓക്കേ? പ്രകാശിനോട് സ്നേഹം ഉണ്ടെന്ന് കരുതി എബിയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. सही बोला उसने वो ज़्यादा समझ रहा है खुद को एंगर वो ये चाह रहा है कि उससे बात ही नहीं करे अब ഐ ആം സോറി ഡാ. അയ്യേ, സാരമില്ലടാ. അതെ, ഞാൻ അല്പം കൂടുതൽ ये कौन सा कुछ गलत बोल रहा था അറ്റ്ലീസ്റ്റ് പ്രകാശിന് മുമ്പിലെങ്കിലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താടാ ഇത്? നിനക്കെന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ഇല്ലടാ, കുറച്ച് ഇല്ലെന്നേ. എനിക്ക് ഒട്ടും വിഷമമില്ലല്ലോ. ये आगे प्रकाश चलो इसे घर आगे बात करने के लिए മനസ്സിലായോ? പ്രകാശ് എപ്പോഴും പറയും, ആന്നോടാ കുഞ്ഞോനെ, നീ എന്നെ കുറിച്ച് എപ്പോഴും പറയോ? ഹലോ എബി. ഹായ്. അമ്മാമേ ഇത്. ഞാൻ പറഞ്ഞിട്ടില്ലേ മേരിയ വസ്തുനോലെ സമ്മാനം കിട്ടിയ. ഹലോ ഹലോ. ഇത് പ്രകാശിന്റെ അമ്മാമ്മ, പപ്പ, മമ്മി. അങ്ങോട്ട് മാത്തുക്കുട്ടിയുടെ ഒറ്റ മോനാ. മാത്തുക്കുട്ടിയും പെമ്പിളെ അങ്ങ് അമേരിക്കയിലാ. ഇവനെ അവിടെ പഠിപ്പിക്കണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. ഗ്രാമമാണേലും അവിടെയും പെരപ്പുറത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ചരുവം. ഞാൻ അവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുമ്പോ കണ്ടോട്ടെ എന്ന് अपने प्रॉपर्टी के बारे में बता रही है अपने ഇങ്ങനെ ഒരു बिजनेस के बारे में താല്പര്യമുള്ള बता रही സ്ഥിതിക്ക് है എന്നാ പിന്നെ ഇവിടം വരെ വന്നൊന്ന് കണ്ടേച്ചും പോകാമെന്ന് കരുതി. എന്നേ നേരത്തെ കാലത്തെ കല്യാണം കഴിച്ചു വിടാന്നോ? സത്യം പറഞ്ഞ ഇവൻ വന്ന് പറഞ്ഞപ്പോ ഞാൻ അമ്മാമേ വൈകുന്നേരം ഇപ്പം ചായ ഒന്നും വേണ്ടാന്നേ. ചായ ഞങ്ങളുടെ മായമ്മേ, നിങ്ങൾ സംസാരിക്കേ. ഞങ്ങള് നാൽപ്പാങ്കുരിശുകാരെന്ന് പറഞ്ഞ കുട്ടൻ അവൻ എന്റെ മൂത്ത നാത്തുന്റെ മോനല്ലയോ? അവനെ അറിയോ? മായയുടെ അമ്മച്ചിയുടെ ഫസ്റ്റ് കസിന്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ജോണിയാ. കെട്ടും ഒക്കെ നടക്കും. वो जल्दी करना चाहती है പ്രകാശിന് ഒരു മുന്നറിയിപ്പ് തരാമായിരുന്നു. ഇതിപ്പോ കൈവിട്ടു പോകോന്നൊരു സംശയം. ണത്തിൽ ഇങ്ങനെ കഴിയുമ്പോ ഒരു ആശ്വാസം അല്ലേ? വരാം. ഇവിടെ ഒരാൾക്ക് തിരക്കൊഴിഞ്ഞിട്ട് ഒന്നിനുമില്ല സമയം. ഞാനും വരുന്ന മാതാമ്മയ്ക്കും തിരക്ക്, കാർ ഓടിക്കുന്ന നീഗ്രോയ്ക്ക് വരെ തിരക്ക്. ഇവനിപ്പോ പരീക്ഷ കഴിഞ്ഞ് പോവാൻ നിക്കുവാ. ഞാൻ കാണിക്കലെന്നറിയാം ഇല്ലയോ മോളെ? നമുക്ക് ഇറങ്ങാം അമ്മാമേ, എനിക്ക് ഹോസ്റ്റലിൽ ചെന്നിട്ട് തിരക്കുണ്ട്. ദേ ഇവനും തിരക്ക്. ഈ ചായ കുടിച്ച കുഞ്ഞോന്റെ ഇഷ്ടം എന്താച്ചാ അത് എന്റെയും കൂടി ഇഷ്ടാ. നീ ഇറങ്ങാം അമ്മാമേ. ഞാൻ वो एग्जाम के बाद फिक्स कर देगी सर शादी अपना ही डिसीजन सुना रही उन्होंने कुछ बोला नहीं പുറപ്പെടുമ്പോ 1000 വട്ടം പറഞ്ഞാലേ उनका അമ്മാമേ. डिसीजन सुना नहीं उसने എന്നാലേ വെളിച്ചം കാണൂ. ഇത് खुद ही बोलने അല്ലാതെ ഇത് लगी നിന്റെ है മനസ്സിൽ പൂഴ്ത്തി വെച്ചോണ്ടിരുന്ന पूरा टाइम खुद ही बोला उस वीडियो में ആ അമ്മച്ചി ഇറങ്ങാൻ നേരത്തെ എന്തോ പറഞ്ഞല്ലോ, എന്തോന്നാ അത്? അത് പപ്പ ഞാൻ കേട്ടില്ല. നീ കേട്ടോടാ? അത് പിന്നെ ഇവിടെ കേൾക്കാത്തോണ്ട്. ഇങ്ങോട്ട് വാ. ഇന്ന് ഇവിടെ ഏതാണ്ടൊക്കെ നടക്കും. കാര്യമുണ്ട്, താൻ വാ. അപ്പോ എന്താ അമ്മച്ചി പറഞ്ഞതിന്റെ അർത്ഥം? ഇയാളുണ്ടോ കൂട്ടിന്?
അപ്പോഴേ ഇവള് നമ്മളുടെ കൂടെ കോളേജിലും കറങ്ങാനൊക്കെ വിട്ടത് ഇതിനായിരുന്നോ? ഇതിപ്പോ ദൈവം പണ്ട് ആദാമിനോട് ചോദിച്ചപ്പോ उसी गलती निकाल ഉണയാ, പപ്പാ, ദേ, ഇവൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ പ്രേമിച്ചത്. അല്ല സപ്പോർട്ട് ചെയ്തെന്നുള്ളത് നേരം, പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലല്ലോ ജോബച്ചായ. വേറെ ചിലരെ പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. ഇതിപ്പോ പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടമല്ലെങ്കിൽ ഒരു പ്രേമല്ലേ, അത് വേണ്ടെന്ന് വെക്കാൻ എനിക്കത്ര പ്രയാസം. എടി, അന്ന് നീ എന്നെ പ്രേമിച്ചപ്പോ നിന്റെ അപ്പച്ചനോട് ഇതുപോലെ പറയാൻ നിനക്കെന്താ ധൈര്യം വരാഞ്ഞ്? ഞാനൊന്ന് പറഞ്ഞിരുന്നല്ലേ എങ്കിൽ ശരി. तैयार नहीं होते तो उन्होंने बोला नहीं था പോയ്, ലൈബ്രറിയിൽ നിന്ന് ഇവനെ ഇങ്ങോട്ട് മുങ്ങി. പ്രകാശമുണ്ട്. പ്രകാശ് കാറുമായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെ നോക്കിട്ട് വരാന്ന് പറഞ്ഞു പോന്നതാ. നിങ്ങൾ പോയിക്കോ. प्रकाश എനിക്ക് बिगड़ ദേഷ്യം गया വരുന്നുണ്ട് फिर കേട്ടോ. फिर आगे फिर डांट खाएगा उसकी। സോറി. ओ देखो ये तो बहुत चालाक है हाँ ഞാൻ ഇവളോട് പറഞ്ഞ വരുന്നില്ല എന്ന്. ചെല്ലോ, നിങ്ങൾ പോയിക്കോ. നീ ഇങ്ങോട്ട് കേറിക്കേ. ഞാൻ वो तो ഹോസ്റ്റലിലെ ദീപക് चाहता नहीं उनके साथ उनके नजदीक भी आए കേറ് കേറടാ. उदास होकर Okay. चलेगी। ओ मूवी देख रहे हैं। समझ नहीं आ बोर हो रही है अजय देवगन की फिल्म देख अच्छा अजय देवगन की फिल्म देख रहे हैं कभी कभी तुम्हें देखकर ये गुमान होता है कि तौहीद कोई इंसानी जिस्म नहीं किसी मशीन का नाम है। പ്രകാശ്, ഞാൻ പോവാ. मशीनें गद्दार नहीं होती जनाब। वहाँ के लोग हिंदी फिल्में देखते हैं ना, मतलब पहले से देखते हैं। पहले से देखते हैं। जैसे बहुत सारी फिल्म मूवी में देखा हमने, टेलीविजन पे भी देखते हुए दिखाया गया है। अब जैसे सिनेमा में गए थे वहाँ भी देख रहे थे। എന്ന് പറഞ്ഞിട്ട് നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല, എന്നോട് പറഞ്ഞില്ല. അതെന്താ നിന്നോട് പറയാതെ പോയത്? ബൈക്കും എടുത്തിട്ടില്ല. वो पहले ही चला गया आज कॉलेज, वरना इसके साथ जाता था वो। कॉलेज भी कहाँ है वो? क्लास में भी नहीं आया? യെസ്, गया कहाँ पे तुम?